ഹലോ കൂട്ടുകാരെ, ദേവൂട്ടി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു ചക്ക കിട്ടിയത് അരിയുവാണേ, വേവിക്കാൻ പോവാ. ഇവിടെ നമ്മുടെ അങ്ങേ പറമ്പിലൊരു പ്ലാവുണ്ട്, അവിടെ നിന്ന് ഒരു ചക്ക കിട്ടും. നമുക്കിതൊന്ന് വേവിക്കാം. തീ പോലെ ഇരിക്കുന്നു കണ്ടോ, സൂപ്പർ ചക്കയാണ്. എന്നിട്ട് വേവിച്ച് നോക്കാം. അപ്പം നമ്മളിതെല്ലാം ഒന്ന് അരിഞ്ഞെല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പ് വെക്കാം. അപ്പം നമ്മൾ വിറകടുപ്പല്ല വെക്കുന്നത് കൊണ്ട് അടുപ്പ വെച്ച് കൊടുത്തു. തീ ഒന്ന് കത്തിക്കട്ടെ. അല്ലാണ്ട് ചക്കയൊക്കെ അടുപ്പ വെച്ചു, തേങ്ങയൊക്കെ തിരുമ്മി നമുക്കൊന്ന് ചായച്ചെടുക്കാവേ. ചക്കയെല്ലാം അടുപ്പ വെച്ച് നമുക്ക് തേങ്ങ തിരുമ്മി എല്ലാം ഒന്ന് ചായച്ചെടുക്കാം. ഞങ്ങൾ ചേർക്കുന്നത് തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കരിയാപ്പില, ഇത്ര സാധനങ്ങൾ ചായച്ചെടുക്കാം. നമ്മുടെ ചക്കയൊക്കെ ആവി കയറി വെന്തു വന്നിട്ടുണ്ട്. അപ്പം നല്ല തീ പോലത്തെ ചക്കയാണ്. ഞാൻ അടുപ്പിലാണ് വെക്കുന്നത്. നമ്മുടെ ഗ്യാസ് ഇനി കുറച്ചുകൂടെ ഉള്ളൂ, അതുകൊണ്ട് അത്യാവശ്യം മാത്രമേ എടുക്കത്തുള്ളൂ. ആരെങ്കിലും വന്നെങ്കിലോ ഒരു ചായയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഗ്യാസ് കിട്ടാൻ ഭയങ്കര പാടല്ലേ. അപ്പം ബുക്ക് ചെയ്ത് 25 ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം എല്ലാം അടുപ്പിലെ ചോറും മീൻകറിയും, ബാക്കി ചായയും കാപ്പിയും പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മാത്രമേ. അപ്പം നമുക്കിനി അരപ്പിട്ട് കൊടുക്കാവേ. നല്ല തീ പോലത്തെ ചക്ക കേട്ടോ. അപ്പം അരപ്പൊക്കെ ഇട്ട് തട്ടിപ്പൊത്തി വെച്ചിരിക്കുകയാണ്. നമുക്കൊന്നുകൂടെ അടച്ചു കൊടുക്കാം. ഒന്നുകൂടെ ആയിട്ട് വേണം. അപ്പം നല്ല മീൻകറി ഉണ്ട് കേട്ടോ, മത്തി മുളകിട്ട് വെച്ചതുണ്ട്. അപ്പോൾ അത് കൂട്ടി ഒരു പിടി പിടിക്കാം. പിള്ളേർക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല ചക്കയും കപ്പയും ഒന്നും. പിന്നെ എൻ്റെ അമ്മയുണ്ട്, ഭർത്താവും ഞാനും കഴിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ചക്കയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാവേ. നല്ല ചക്കയാണ്, സൂപ്പറാണ്. ഞങ്ങളുടെ ചക്കയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ചാൽ ഒന്നും തിന്നു ചക്കയൊക്കെ നോക്കാം. നിങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണം, കാണാൻ മറക്കരുത്.